പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കൊലപാതകമാണെന്ന് അനിലയുടെ സഹോദരൻ ആരോപിച്ചു. ഇതിപ്പോൾ ഇന്നലെ രാവിലെ ഒരു 8:30 മുതലാണ് വീട്ടിൽ നിന്ന് മിസ്സായത്. അപ്പോൾ 8:30 എന്ന് പറയുമ്പം ഏകദേശം എല്ലാ ദിവസവും അവൾ ജോലിക്ക് പോകുന്ന അതേ ബസ്സിൽ തന്നെ രാവിലെ പോയത്. അപ്പോൾ ഇന്നലെ പോയത് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡ്രസ്സിലാണ് പോയത്. പോയി ഏകദേശം ഒരു 11:30 വരെ ഏകദേശം ഓൺലൈനുണ്ടായിരുന്നു രാവിലെ നെറ്റിൽ. പിന്നെ അതിനുശേഷം നെറ്റ് ഓഫായി. പിന്നെ ഇന്നലെ 5:40 ബസ്സിന് ഏകദേശം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പെരിങ്ങോത്ത്. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ പോയ സ്ഥലങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത്. ഇങ്ങനെ ബോഡി ഇവിടെ ഇതായിട്ടുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അവളെ മൊബൈൽ നമ്മളെ വെള്ളോറ ഇത് ചെയ്തവർ വെള്ളോറ കൊണ്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല. ഇതിനിടയിൽ അവൻ്റെ സഹായത്തിൽ ആരോ 2-3 പേര് ഇതിനടക്കുണ്ടായിട്ടുണ്ട്. അല്ല, അവൻ അവിടെ കുറ്റൂര് ഇരുളിൻ്റെ അടുക്കിയ താമസം. അവൻ ബീവറേജിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അവൻ വിളിച്ചിട്ട് അവളെ ഇനി ഒരിക്കലും കിട്ടൂല എന്നുള്ള രീതിയിൽ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ 2-3 പേരാ ഇവനാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ. വിശദാംശങ്ങളുമായി പയ്യന്നൂരിൽ നിന്ന് നിശാന്ത് ചേരുകയാണ്. നിശാന്ത്, അനിലയുടെ മരണം കൊലപാതകമാണെന്ന് ഇപ്പോൾ സഹോദരൻ ആരോപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? കൃഷ്ണേന്ദു, പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ ഒരു വീടിനകത്ത് യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദുരൂഹത വർദ്ധിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കൊരവയലിലെ വിമുക്ത ഭടനായ ബെറ്റിയുടെ വീടിനകത്ത് ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെടുന്നത്. മാതമംഗലം കോയിപ്രയിലെ ബിജുവിൻ്റെ ഭാര്യ അനിലയുടെ മൃതദേഹമാണ് രാവിലെ വീടിനകത്ത് കാണപ്പെട്ടത്. വിമുക്ത ഭടനായ ബെറ്റിയും കുടുംബവും വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് വീട് നോക്കാൻ വേണ്ടി വീട്ടുമൃഗങ്ങളെയൊക്കെ പരിപാലിക്കാൻ വേണ്ടി കോയിപ്രയിലുള്ള ഒരു പരിചയക്കാരനായ സുദർശന പ്രസാദ് എന്ന് പറയുന്ന ഷിജുവിനെ ഏൽപ്പിച്ചിരുന്നു. ഈ ഷിജുവിനെ കാണാത്തതിനെ തുടർന്നാണ്, ഷിജു ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിലേക്ക് ബെറ്റിയുടെ ബന്ധുക്കൾ വന്നു നോക്കുന്നത്. ഈ സമയത്താണ് വീടിനകത്ത് ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെടുന്നത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇതിനു മുന്നേ തന്നെ ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളരിയാനത്ത് മുണ്ടപ്ര കാവിനോട് ചേർന്നിട്ടുള്ള ഒരു കാട് പിടിച്ച സ്ഥലത്ത് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പോലീസ് എത്തി അനിലയുടെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് അധികൃതരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ മുഖം ആകെ രക്തം പുരണ്ട് വികൃതമായ നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് യുവതി മരിച്ചു കിടക്കുന്നു എന്ന് മാത്രമായിരുന്നു രാവിലെ നമുക്ക് അറിയാൻ പറ്റിയത്. പോലീസ് എത്തി ഉള്ളിൽ മൃതദേഹത്തിൻ്റെ വിശദ പരിശോധന നടത്തുമ്പോഴാണ് മുഖം വികൃതമായ നിലയിലാണ്, രക്തത്തിൽ കുളിച്ച നിലയിലാണ് യുവതിയുടെ മൃതദേഹത്തിൻ്റെ മുഖമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. അതേസമയം അനിലയുടെ സഹോദരനായ അനീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് വ്യക്തമായ ഒരു കൊലപാതകമാണ്. ഇതിൽ ഷിജു മാത്രമല്ല, ഷിജുവിനോടൊപ്പം മറ്റ് ചിലരും കൂടെ പങ്കാളികളായിരിക്കാമെന്ന സംശയമാണ് അനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം യുവതിയുടെ മൊബൈൽ ഫോൺ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഇന്നലെ വൈകിട്ട് മുതൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് മാതമംഗലം കോയിപ്ര ഭാഗത്ത് തന്നെയാണ്. അതായത് ഇതൊരു കൊലപാതകമാണെന്നും അതിൽ ഒന്നിലേറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് അനിലയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതേ തുടർന്ന് ഡിവൈഎസ്പി തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പ്രമോദ് മാധ്യമങ്ങളോട് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം വിശദ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാവുമെന്നാണ് ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. യുവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബൈക്കിൽ ഒരാളെന്ന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന് പരിയാരം പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ആ പെൺകുട്ടി മിസ്സായതായിട്ട് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. ആ കുട്ടി ഇവിടെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടതിന് നമ്മൾ പയ്യന്നൂർ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് റിലേറ്റഡായിട്ട് പറയുന്ന ആൾ തൂങ്ങി മരണപ്പെട്ടതിന് നമ്മൾ പരിയാരത്തൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി അന്വേഷിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ഇപ്പം നമുക്ക്